ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ് വേൾഡ്. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമുൻ ആണ്. അത് പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനാബിളാക്കി ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനാബിളാക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ലൈക്ക് ബട്ടൺ അങ്ങോട്ട് അടിച്ച് പൊട്ടിച്ചേക്കും, എനിക്കൊരു വിരോധമില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തേക്കുന്നത്, അതായത് ഏത്തപ്പഴം. അത് മിക്സിയുടെ ജാറിലിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പഴം എടുക്കാം കേട്ടോ. പൊടി അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്താലും മതി, അത് എല്ലാവരുടെയിലും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലാവുമ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടും. മറ്റേ പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം നമ്മൾ മിക്സ് ചെയ്ത് യോജിപ്പിക്കേണ്ടി വരും. ഇതിപ്പോൾ ഒരു സെമി ലിക്വിഡാണല്ലോ, അപ്പോൾ ഇതിലിടാനാണ് എളുപ്പം. ഇനി നമ്മൾ ഇട്ട് കൊടുക്കണം മൈദമാവാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ആകെ 9 ടീസ്പൂൺ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നിറയെ ഇട്ട് കൊടുക്കണം, ഹീപ്പായിട്ട് ഇങ്ങനെ വടിച്ചൊന്നുമല്ല ഇട്ട് കൊടുക്കണം, മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന തരത്തിലാണ് ഇട്ട് കൊടുത്തേക്കണത്. നിങ്ങൾ ഇത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ആ പഴത്തിലേക്ക് പൊടി ഇടുമ്പോൾ എന്തോരം പൊടി വേണോ ഒരു എന്താ പറയുക ഡവ് പോലെ ആയി കിട്ടാനായിട്ട് അത്രയും പൊടി മാത്രം ഇട്ട് കുഴക്കുക. ഒരു ചപ്പാത്തി മാവൊക്കെ ഉണ്ടാക്കണ പോലെ ഒരു ഡവ് ഉണ്ടാക്കി എടുത്താൽ മതി. നമ്മളിതിനു മുമ്പ് ബ്രെഡ് കൊണ്ട് ഗുലാബ് ജാമുൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് കാണാത്തവരൊക്കെ കാണണേ. അത് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ഇട്ടേക്കാം കേട്ടോ. കൈ കൊണ്ട് കുഴക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി അറിയാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9 ടീസ്പൂൺ ഹീപ്ഡ് സ്പൂൺ ഇട്ടിട്ടാണ് ഇത് ഒരു ഡവായി വന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ ചെറിയ ബോൾസ് ആക്കി വെക്കാം. നെല്ലിക്ക വലിപ്പത്തിലുള്ള ചെറിയ ബോൾസ് ആക്കിയാൽ മതി. ക്രാക്സ് ഇല്ലാതെ വേണം ഉരുട്ടിയെടുക്കാൻ, അതായത് പൊട്ടിയ പോലെയൊന്നും ഇരിക്കരുത്. അപ്പോൾ നമ്മൾ വറക്കുമ്പോഴും പൊട്ടി ഇങ്ങനെ വരും. ഞാൻ ആദ്യത്തെ നന്നായിട്ട് കൈകൊണ്ട് ഉരുട്ടിയെടുത്തായിരുന്നു. ചിലതൊക്കെ ഇടാൻ നേരത്ത് ക്രാക്സ് വന്നായിരുന്നു. ഇടാനുള്ള ആ ഒരു തിരക്കിൽ നമ്മൾ ശരിക്കും ഉരുട്ടാത്തതുകൊണ്ട്. അങ്ങനെ ഇല്ലാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് നമ്മൾ 1.25 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മളധികം വറ്റിക്കണമൊന്നുമില്ല, വെറുതെ ഒന്ന് തിളച്ച് ഇതൊക്കെ ഒന്ന് മിക്സായി ഒരു 5 മിനിറ്റ് ഒന്ന് ആകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്രൈ പാൻ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. ആ സമയം നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് 2 ഏലക്ക പൊട്ടിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണ വരെ ഒന്ന് തിളപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രൈ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഓരോരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു സൈഡ് ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എനിക്ക് 7 എണ്ണമാണ് കിട്ടിയേക്കണത്. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിത് തിളച്ചുകൊണ്ടിരിക്കണ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇത് നന്നായി സോക്കായി വരും. മറ്റേ സാധാരണ ഗുലാബ് ജാമുൻ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഗുലാബ് ജാമുൻ അതൊക്കെ ഇത്തിരി സമയം എടുക്കും സോക്കാവാനായിട്ട്. ഇത് നല്ല സോഫ്റ്റ് ആണല്ലോ, അതുകൊണ്ട് പെട്ടെന്നായി വന്നു. ഇപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.